ചരിത്രത്തിൻ്റെ ചാരുലതകളിൽ സുവർണ ലിപികൾ കൊണ്ട് കോറിയിട്ട വിശ്വാസങ്ങളുടെ തനിമയും തെളിമയും യുഗാരംഭങ്ങളുടെ ഗണിതശാസ്ത്രത്തിൽ പതിക്കപ്പെട്ടതല്ല. വംശവൈജാത്യങ്ങളുടെ വർണ്ണപ്പക്ഷികൾ ചിറകടിച്ച വിഹായസിൻ്റെ മായാവിഭ്രമങ്ങൾ കടപുഴക്കിയ രാജാധികാരത്തിൻ്റെ കിരീടവും ചെങ്കോലും അതീശത്വത്തിൻ്റെ മേൽക്കോയ്മകൾ തീർത്ത അടിമത്തത്തിലേക്ക് ആദിഗോത്രത്തെ അമർച്ച ചെയ്യുമ്പോഴും അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ച പൂർവവിശ്വാസത്തിൻ്റെ സംഹിതകളെ കാലം തീർത്ത അതിർവരമ്പുകളിൽ തടഞ്ഞുടയാതെ താലോലിക്കുകയും തലമുറകളിലേക്ക് ആത്മതർപ്പണത്തിൻ്റെ ആലാപനം തീർക്കുകയും ചെയ്യുമ്പോൾ അത് കാലാതീതമായ വിശ്വാസത്തിൻ്റെ വിശുദ്ധിയും പവിത്രതയും ഇന്നും മൂർത്തീഭവിച്ചു നിൽക്കുന്ന പ്രകൃതി ആരാധനയുടെ വിശ്വരൂപം തന്നെയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. വിശ്വാസങ്ങളുടെ പൂർവ്വസംഹിതകളെ ആരാധനയുടെ മലർച്ചപ്പിൽ ഒരു തിലകക്കുറിയായി ഇന്നും കാത്തു സംരക്ഷിക്കുന്ന കുളക്കട ചാവരുകാവ് മലനടയിൽ നിന്നും എൻ്റെ ഓർമ്മയിൽ ഇവിടെ പറഞ്ഞു കേട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. അത് ഈ സ്ഥലത്തുകാരല്ല. അവരൊന്ന് ചെങ്ങന്നൂർ ഭാഗത്തുനിന്ന് എന്തോ പ്രശ്നം ഉണ്ടായി അവർ അവിടെ നിന്ന് രായഗ്രാമമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അവർ ആങ്ങളും പെങ്ങളുമാണ്. അങ്ങനെ അവരിവിടെ നടന്ന് രാത്രി ആയപ്പോഴത്തേക്ക് ഒരു സന്ധ്യ ആകുന്നതിന് മുമ്പ് എങ്ങാണ്ടാണെന്ന് പറയുന്നത്. ഇവിടെ ഈ ഏനാത്ത് പാലം, ഇന്ന് ഏനാത്ത് പാലം എന്നല്ല പറയുന്നത്, പാലത്തിൻ്റെ പേര് വേറൊരു ഓന്തിക പാലം എന്ന് പറയും. ആ പാലം കഴിഞ്ഞ് ഇക്കരെ കയറിയപ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഒന്നാമത്തെ കുടുംബം ഉണ്ട്, അടക്കപ്പത്ത് എന്ന് പറയും. അവിടുത്തെ ആളൊരു അന്നത്തെ കാലത്തൊക്കെ വലിയ പേര് കേട്ട ആളാണ്. ഒരു ദൈവത്തിൻ്റെ കൂട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് തന്നെ പറയാം. അദ്ദേഹം വിചാരിച്ചു ഇവരെ ഇതിന് ഈ കുളക്കട ദേശത്തിന് വെളിയോട്ട് ഇടാൻ പാടില്ല, അവരെ ഇവിടെ തന്നെ താമസിക്കുന്നില്ല, അവരെ ഇവിടെ ഇരുത്തണം എന്നുള്ള രീതിയിൽ കൂടെ ഇന്ന് അടുത്ത 3 കുടുംബക്കാർ വേറെയുണ്ട്. ഒന്നാമത്തെയാണ് ഈ വടക്കപ്പത്ത് കുടുംബം എന്ന് പറയുന്നത്, രണ്ടാമത്തെ പാലക്കുന്നിൽ എന്ന് പറയും, മൂന്നാമത്തെ കാങ്കുലയത്ത്, നാലാമത്തെ പള്ളത്തെന്ന് പറയും. അപ്പോൾ ഈ കുടുംബക്കാരെ എല്ലാം ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം ഒറ്റ കൈക്കാരാ, ഈ ദേശത്തെ കാര്യങ്ങൾ നോക്കുന്നവർ ആയിരുന്നു അവർ. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞ് ഇവർ രണ്ടുപേരും വടക്കുന്ന് വന്ന അപ്പൂവിനും അമ്മൂമ്മയും ഇനി വന്ന് ഇവിടെ ഇവിടെ ലക്ഷമുക്കിന് വന്നു. ലക്ഷമുക്കെന്ന് പറയുന്നത് അന്ന് ലക്ഷ്മിയോടൊന്നുമില്ല, അന്ന് നാക്കുവലിക്ക് മുക്കെന്നാണ് പറയുന്നത്. അവിടെ വന്നപ്പോൾ ഇവരെ വിട്ടില്ല, 4 പേരെ കൂടി തടഞ്ഞു നിർത്തി. അങ്ങനെ തടഞ്ഞു നിർത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരെന്തോ പറഞ്ഞു. ഏതായാലും അവരെ വിടാതെ നിങ്ങൾക്ക് ഏതായാലും രാത്രി കഴിയാനുള്ള ഇടം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞാണ് ഇതിൻ്റെ ഒരു കാവുണ്ട്. ഇപ്പോഴത് മൂലസ്ഥാനമായിട്ട് ഇരിക്കുക. അവിടെയാണ് ഈ അപ്പൂപ്പനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി അവിടെ ഇരിക്കാൻ പറഞ്ഞു. അമ്മൂമ്മ അവിടെ നിന്ന് പെട്ടെന്ന് മാറി ഈ കാവിൻ്റെ ജാവുരാവിൻ്റെ നേരെ അപ്പുറത്തൊരു ബംഗ്ലാങ്കുന്ന് എന്ന് പറഞ്ഞൊരു ഭയങ്കര കാടൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ പോയി അമ്മൂമ്മ അവിടെ ഇരുന്നു. മറ്റൊരു ഇരുത്തി ഒരു 4 പേരും പോയിട്ട് പിറ്റേന്ന് നേരം എടുത്ത് വന്നപ്പോൾ അപ്പൂപ്പൻ അവിടെ സമാധിയായിരിക്കുന്നത്. അമ്മൂമ്മ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ അമ്മൂമ്മ എവിടെയും കണ്ടു, 2 പേരും സമാധിയായിരിക്കുക. അങ്ങനെ ഈ ഒന്നാമത്തെ കുടുംബക്കാരന് അറിയാമായിരുന്നു, ഇവരെ കണ്ടപ്പോഴേ മനസ്സിലായി ഇവരെ നാടിന് കൊള്ളാം, ഈ ദേശം നോക്കി കാണാൻ കൊള്ളാമെന്നായിരുന്നു പറഞ്ഞാണ് ഈ വടക്ക ഊരാളിയത്തുകാവ് എന്ന് പറഞ്ഞ കാവിൽ അപ്പൂപ്പന് ഇരുന്ന് അമ്മൂമ്മ ഇവിടെ ബംഗ്ലാങ്കുന്ന് എന്ന് പറയുന്ന അതിൻ്റെ അടിവാരത്ത് എന്ന് വെച്ചാൽ കൊളുത്തുവേലെന്ന് പറയും, കൊളുത്തുവേലിൻ്റെ വയലിനോട് ചേർന്ന ഭാഗത്ത് അമ്മൂമ്മ ഇരുന്നത്. അങ്ങനെ ഇതിൻ്റെ കാലങ്ങൾ കഴിഞ്ഞ് അങ്ങനെ ഉത്സവങ്ങളൊക്കെ ഒന്ന് തുടങ്ങുകയും എല്ലാം ചെയ്ത് അവിടുന്ന് പിന്നീട് ഇവിടുത്തെ ഉത്സവങ്ങൾ വരിക ഊരിയിട്ടുണ്ടായിരുന്നു.
എല്ലാ വീടുകളിലും പോയി ഈ പറയെടുക്കാൻ പോകുന്നതിൻ്റെ കൂട്ട് ഈ കാവിലും ആയിട്ട് പോകുമായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത സമയത്താണ് ഈ ഊരിയിട്ടില്ലാതിരിക്കുന്നത്. മറ്റേത് അവിടെ നിന്ന് കിട്ടുന്ന നെല്ല്, നാളികേരം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഊട്ടി നടത്തുമായിരുന്നു ഇവിടുത്തെ ദേവന്. അപ്പോൾ ഈ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ ഇപ്പോൾ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ ഒരാളാണ് ചാവരെന്ന് പറയുന്നൊരു ദേവനുണ്ട്. ശിവൻ്റെ ശക്തിയാണ്, ശിവനാണത്. ശിവൻ ചാവരപ്പൂപ്പനായിട്ടാണ് ഇവിടെ വന്ന് ആ അപ്പൂപ്പനെ ചാവരദേവനെ ഇവിടെ അപ്പൂപ്പനെല്ലാം ഇവിടെ ഇരുത്തി. അങ്ങനെയാണ് ഇവിടെ ഈ ചാവരകാവെന്നായത്. അപ്പോൾ അപ്പൂപ്പന് അമ്മൂമ്മയ്ക്കും കാവലായിട്ട് വന്നതവർ ഈ ചാവരദേവൻ. പിന്നെ ആണ്ടുതോറും ഇളപ്പെന്ന് പറയുന്ന സമയമുണ്ട്. ആ സമയത്തായിരുന്നു ഇവിടുത്തെ മലക്കോട് നടക്കുന്നത്. അന്ന് തന്നെ വലിയ ഉത്സവമൊന്നുമില്ല. വരുക, നാളികേരവും വിത്തും കൊണ്ടുവരിക, ഇവിടെ കൊണ്ടുവന്ന് അത് നാളികേരം ഇവിടെ വെച്ച് ഉടയ്ക്കുന്നു. അത് മലയൂട്ടെന്നാണ് പറയുന്നത്, മലയൂട്ടി ചടങ്ങുന്നു. ഉടയ്ക്കുന്നു. പിന്നീട് ഈ വിത്ത് കുടുംബക്കാർക്ക് ഇവിടെ ഒരു ഊരാളി ഉണ്ടായി. ആ ഊരാളിക്ക് അതിൻ്റെയൊക്കെ അവകാശം. ഊരാളി വിത്തും ഈ നാളികേരം കൊടുക്കും. പിന്നെ ഇവിടെ ജന്മിയുണ്ട്. ആ ജന്മി എന്ന് പറയുന്നത് ഈ ഊരാളത്തെ കാവ് എന്ന് പറഞ്ഞാൽ മൂലസ്ഥാനം കാവിൻ്റെ തൊട്ട് ഇച്ചിരി കൂടെ കുറച്ചുകൂടെ കിഴക്കോട്ട് പോകുന്നിടത്തായിരുന്നു അവിടുത്തെ ഒരു മഠമുണ്ടായിരുന്നു. ആ മഠത്തിൽ അവരെല്ലാം വിറ്റ് പെറുക്കി ഇവിടുന്ന് പോയപ്പോൾ അവിടുത്തെ ഒരു ജോലിക്കാരനായിരുന്നു. ജോലിയും വരുന്ന എല്ലാ രീതിയിലുള്ള ഒരാളായിരുന്നു. അവിടുത്തെ നായരായിരുന്ന ആൾ. അവരെ ഏൽപ്പിച്ച് ജന്മിസ്ഥാനം. അങ്ങനെ ഇപ്പോൾ വാസുപിള്ള എന്ന് പറയുന്ന ആ കുടുംബത്തിലെ ഒരു ആൺതരിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടുത്തെ ജന്മിസ്ഥാനം വഹിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് പിന്നെ ഉത്സവങ്ങൾ വരുമ്പോൾ ഇവിടുന്ന് ഊരാളിയെ കൊണ്ടുപോകും. അപ്പോൾ ഊരാളി വൈമ്പേറും. അപ്പോൾ പിന്നൊരു വടിയുണ്ട്. ആ വടി വെച്ച് വടി കുളിപ്പിച്ച് കമ്മിറ്റിക്കാരും കുടുംബക്കാരും എല്ലാവരും കൂടെ ചേർന്ന് നോയമ്പെടുക്കുന്ന ആഗ്രഹമുള്ളവർക്കെല്ലാം നോയമ്പെടുക്കാം. നോയമ്പെടുത്ത് കഴിഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞായിരിക്കും പിന്നെ ഇവിടുത്തെ മലയൂട്ട്. അപ്പോൾ ഇപ്പോൾ വന്ന് 7 ദിവസമായി. 1-ാം തീയതി ഇവിടെ കൊടിയേറുന്നു, നോയമ്പെടുക്കുന്നു. പിന്നീട് അവിടെ പോന്നു അങ്ങ് വടക്കപ്പത്ത് പോകും. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ പാലേക്കുന്നി വെച്ചായിരുന്നു ഈ ഒരു ചെറിയ രീതിയിലൊരു കളിയുണ്ട്, ഭാരതക്കളി എന്ന് പറഞ്ഞു, കുറവര് കളി. രണ്ടാമത്തെ കുടുംബത്തിൽ ആ കുടുംബത്തിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് അവിടുന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഊരാളിയും മറ്റുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഈ മൂലസ്ഥാനമായ ഊരാളിയപ്പൂവിൻ്റെ കാവിൽ വന്ന് അവിടെ അന്ന് രാത്രി അവിടെ പരിപാടി ഭാരതക്കളിയാകുന്ന അവിടെ. പിറ്റേന്ന് രാവിലെ പറയെടുപ്പുണ്ട്. അപ്പോൾ നാട്ടുകാരെ എല്ലാവരും കുറേ ആൾക്കാർ വരും. സ്ത്രീകളെല്ലാവരും വന്ന് വിളക്ക് കൊണ്ടുവച്ച് വിത്തും കൊണ്ടുവച്ചിട്ട് പിന്നെ ഊരാളിയുടെ കാര്യങ്ങൾ പറയാനുള്ളത് പറയുക. വെളുപ്പില്ലാതെ അത് കഴിഞ്ഞ് പറയെടുത്ത് അവർക്ക് കൊടുക്കാനുള്ളത് വിത്തും ഈ ചന്ദനവും എല്ലാം കൊടുത്ത് അവിടെ നിന്ന് പിരിഞ്ഞ് വന്ന് പിന്നെ 3 മണിയാകുമ്പോഴാണ് ഇവിടത്തേക്കുള്ള പരിപാടിയുടെ ആരംഭം തുടങ്ങും. അപ്പോഴത്തേക്ക് ഇവിടെ ഉത്സവം നടക്കുക. ഇപ്പോഴത്തെ സമയത്ത് ഉത്സവമുണ്ട്. ഇവിടെ കൊടിയേറി കഴിഞ്ഞാൽ 7 ദിവസത്തെ ഉത്സവമാണ്. കൊടിയേറുന്ന ദിവസം തന്നെ ഇവിടെ അന്നദാനമുണ്ട്. അല്ലാത്ത ദിവസങ്ങളൊക്കെ അന്നദാനം ഉള്ള ദിവസങ്ങളുണ്ട് ചെറുപ്പിനൊക്കെ. എങ്കിലും ഈ ഉത്സവ ദിവസം അടുത്ത് വരുമ്പോൾ പൊങ്കാലയുണ്ട്, ചന്ദ്രപ്പൊങ്കാലയുണ്ട്. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഉത്സവം കഴിഞ്ഞായിരിക്കും ചന്ദ്രപ്പൊങ്കാല, ചിലപ്പോൾ നേരത്തെ ആയിരിക്കും. എന്നിട്ട് വടക്കേക്കാവിൽ ചെന്ന് ഈ അവിടുത്തെ പറയെടുപ്പ് കഴിഞ്ഞിട്ട് പിറ്റേന്ന് വൈകാറാകുമ്പോഴത്തേക്ക് കമ്മിറ്റിക്കാരും കുടുംബക്കാരും എല്ലാം ഇവിടെ വന്നു ഊരാളിയെ അവിടുന്ന് കൊണ്ടുവരിക. ഊരാളിയെ അവിടുന്ന് കൊണ്ടുവരാനുണ്ട്. ഇവിടുന്ന് എല്ലാം അവിടെ വരും. അവിടെ വരുമ്പോൾ അപ്പൂപ്പൻ്റെ വടിയും കൊണ്ടുവരും. പിന്നീട് ഈ കച്ചകെട്ടുണ്ട്. കച്ചകെട്ടി ഊരാളിയെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കുടുംബക്കാരും കമ്മിറ്റിക്കാരോട് ചേർന്നാണ്. അതിലും 4 കുടുംബക്കാരും ഇതിൻ്റെ 16കാരനുണ്ട്. അവരെല്ലാം കൂടെ ചേർന്നാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവിടുന്ന് ഊരാളിയെ ഘോഷയാത്രയായിട്ട് അവിടുന്ന് വരും. അപ്പോൾ താലപ്പൊലി കാണും, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കാണും. പിന്നെ ഇപ്പോൾ കെട്ടുകാഴ്ചകളുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഊരാളി അവിടുന്ന് വന്നു കഴിഞ്ഞ ശേഷം ഇവിടെ വന്ന് ഈ കാവിന് 3 വലം വെച്ചിട്ട് ഉടനെ വടി കൂടെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ പോകുന്നത് ഈ അമ്മൂമ്മ അവിടെ നിന്ന് ഇനി കൊണ്ടുവന്നു ആ മലയിൽ നിന്ന് ഇപ്പം ഇവിടെ കൊണ്ടുവന്നാണ് ഇതിൻ്റെ അങ്ങേറ്റത്തേക്ക് അവിടെ വന്ന് അമ്മൂമ്മയ്ക്ക് മഞ്ഞ നീരാട്ട് നടത്തി. അതിന് ശേഷം
പിന്നീട് ഇങ്ങോട്ട് വന്ന് അപ്പോഴും ഇവിടെ ഭാരതക്കളി ഇവിടെ ഉണ്ടാകും ആ ദിവസം അന്ന്. പിന്നെ കരിക്കടി നാട്ടുകാരും കൊണ്ടുവരും. പിന്നെ ഇവിടുത്തെ വകയുണ്ട്, കുടുംബക്കാരുടെ വകയുണ്ട്, ജമ്മിയുടെ വകയുണ്ട്, എല്ലാവരും ആയിട്ട് കരിക്കടി ഈ 4 കുടുംബക്കാർക്കും ജമ്മിക്കും. പിന്നെ അല്ലാതെ ഈ ദേശത്തിൽ ഒരു 3-4 പേരുണ്ട്. അത് വട്ടി കൊണ്ടുവരുന്നവർ, പിന്നെ ഇരുമ്പ് കൊണ്ടുവരുന്നവർ, കലം കൊണ്ടുവരുന്നവർ, അങ്ങനെ 3-4 പേരുണ്ട്. അവർക്ക് ഉള്ള വേഗം അവർക്കും കൊടുക്കും ഈ വിത്തും. എന്നിട്ട് ഇവിടെ ഈ കരിക്കടിയും മലക്കൂടി അങ്ങനെ ദേവന് ഊട്ട് നടത്തി ഉത്സവം. പിന്നീട് മറ്റു കാര്യങ്ങളിലൊക്കെ പോകും. പിന്നീട് ഈ അപ്പൂവിനും അമ്മൂമ്മയൊക്കെ വന്ന കാര്യം എന്ന് ചോദിച്ചാൽ എത്ര വർഷമായെന്ന് ചോദിച്ചാൽ 19 വർഷത്തേക്കുള്ളായെന്ന പല ആൾക്കാരെയും കണക്ക്. എനിക്ക് ഈ പറഞ്ഞ ഇത്രയൊക്കെ അറിവുള്ളൂ. പിന്നെ ഇപ്പോൾ വന്ന് ഇവിടെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് മിക്കവാറും നല്ല എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഇവിടെ വരും. വന്ന് അസുഖങ്ങൾ എന്നുവെച്ചാൽ ചിലർ പറയും പേടിച്ചു, പിന്നെ ചിലർക്ക് ശരീരത്തിൽ എന്തോ കൂടിയിട്ടുണ്ട്, അത് മാറ്റണം, അങ്ങനെ വരും. ഇവിടെ വന്നു ഈ വിത്ത് ഒഴിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അല്ലാതെ പ്രശ്നം നോട്ടമില്ല, അതറിയത്തില്ല, നോട്ടമില്ല. അല്ലാതെ കൊണ്ട് ഇവിടുത്തെ ദേവനെ സങ്കല്പിച്ച്. അപ്പോൾ ഈ പറഞ്ഞാൽ അവിടുന്ന് കച്ചകെട്ടി വരുന്നതെന്ന് പറയുന്നത് ഇവിടെ നിലവിൽ ഈ പൂജ ചെയ്യുന്ന ഊരാളിയാണ് കച്ച കെട്ടിക്കുന്നത്. പക്ഷേ ഊരാളി അല്ല അത് ഊരിക്കൊണ്ട് വരുന്നത്. വടക്കുന്ന് വന്ന ഊരാളിയപ്പം എന്ന് പറഞ്ഞ ആളിനെയാണ്. ആ ആളിനെ അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. അത് മിക്കവാറും ഉള്ളവർക്കൊന്നും അറിയത്തില്ല. കാണുന്നവർ വിചാരിക്കുന്ന ഒരാളെ കൊണ്ടുവരുന്ന ഇവിടുത്തെ ഊരാളിയെ കൊണ്ടുവരുന്നത്. പക്ഷേ ഊരാളിയല്ല, അവിടെ ഇരിക്കുന്ന ആ മൂലസ്ഥാനിലിരിക്കുന്ന അപ്പൂപ്പനാണ് വന്ന് ഇവിടെ എല്ലാം ചെയ്യുന്നത്.